ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം കഴുകി വെച്ച ബീഫ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇടുക. 1 കിലോ ബീഫ് ഉണ്ടാവും ഇത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ബിരിയാണി മസാല, ഉണ്ടാക്കി വെച്ച പേസ്റ്റ്, കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബീഫിൻ്റെ വേവിനനുസരിപ്പിച്ച് വിസിലടിപ്പിക്കുക. 5 or 6 ആവശ്യമുണ്ടാവും. അതിനുശേഷം ബിരിയാണിക്ക് വേണ്ട ഉള്ളി വഴറ്റാൻ നോക്കാം. പാകത്തിന് ഓയിൽ ഒഴിച്ച ശേഷം സവാള ഇട്ടുകൊടുക്കുക. 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പെട്ടെന്നായി കിട്ടാൻ വേണ്ടി ഇത് മൂടി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. ബീഫ് ആയോ എന്ന് നോക്കിയാലോ? ഇത് ആയിട്ടില്ല. 2-3 വിസിലും കൂടി അടുപ്പിക്കാം നമുക്ക്. ഇതിലേക്ക് കുറച്ച് ഉണ്ടാക്കി വെച്ച പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പച്ചമണം മാറി കിട്ടണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറാമ്പട്ട, കറാമ്പൂവ്, ഏലക്കായ എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഗരം മസാല, കുറച്ച് ബിരിയാണി മസാലയും കൂടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇവ 2 തമ്മിൽ നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി റൈസിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിലും പിന്നെ ബിരിയാണിക്ക് ആവശ്യമായ ജീരകം, കറാമ്പട്ട, കറാമ്പൂവ്, ഏലക്കായ എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം സവാളയും കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. നന്നായി വാടിയതിന് ശേഷം ബിരിയാണിക്ക് ആവശ്യമായ ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക.
അരി വേറിട്ട് നിൽക്കാൻ വേണ്ടി കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ജീരകശാല റൈസാണ് യൂസ് ചെയ്യുന്നത്. 1 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വാഷ് ചെയ്യുക. ബിരിയാണിയുടെ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കഴുകി വെച്ച റൈസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് കുറച്ചായി ചേർത്ത് കൊടുക്കാം. റൈസ് ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇനി ബിരിയാണി ദമ്മിടാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. റൈസ് 2 ലെയറായി ഇട്ട് കൊടുക്കുക. 1 ലെയർ കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയും അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് നെയ്യും കൂടി ചേർത്ത് മിക്സ് ആക്കുക. രണ്ടാമത്തെ ലെയറും അതേപോലെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പുതിന, മല്ലിച്ചപ്പ്, കറിവേപ്പ് എന്നിവ നന്നായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഇനി ബിരിയാണി ദമ്മിടാനുള്ള പരിപാടിയിലേക്ക് കടക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.